നോർവേ ചെസ്സിൽ ലോക 1-ാം നമ്പർ താരം മാഗ്നസ് കാൾസനെ വീഴ്ത്തി ലോക ചാമ്പ്യൻ ഡി ഗുകേഷ്. ടൂർണമെന്റിന്റെ 6-ാം റൗണ്ടിലാണ് ഇന്ത്യൻ താരം ഗുകേഷ് കാൾസനെ വീഴ്ത്തിയത്. അതേസമയം തോൽവിയിൽ മേശയിലടിച്ച് ക്ഷോഭിച്ചാണ് കാൾസൻ വേദി വിട്ടത്. ഒടുവിൽ കാൾസന്റെ കൊമ്പൊടിച്ച് ഡി ഗുകേഷ്. ക്ലാസിക്കൽ ചെസ്സിൽ ഇതിഹാസ താരത്തെ വീഴ്ത്തി മധുര പ്രതികാരം. Knight c4 check. Gukesh sees it. King has to go to e2. And now king f4. And Magnus bangs the table. Oh my goodness. ത്രില്ലർ പോരിനൊടുവിൽ പരാജയത്തിന്റെ നിരാശ നിയന്ത്രിക്കാനാകാതെ ലോക 1-ാം നമ്പർ താരം. Man, handshake there. And then Magnus Carlsen stops the clock, says oh my. നോർവേ ചെസ്സിലെ ആദ്യ പോരിൽ ഗുകേഷിനെ തോൽപ്പിച്ച കാൾസൻ പറഞ്ഞ വാക്കുകൾ ഏറെ ചർച്ചയായിരുന്നു. രാജാവിനെ തേടി വരുമ്പോൾ പിഴയ്ക്കരുതെന്നായിരുന്നു കാൾസന്റെ വാക്കുകൾ. ഗുകേഷ് ഏറ്റവും മികച്ച താരമല്ലെന്നും മാഗ്നസ് കാൾസൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിനെല്ലാം മറുപടി വാക്കിൽ പറയാതെ കളത്തിൽ കാണിച്ചു ഇന്ത്യൻ താരം. നോർവേ ചെസ്സിന്റെ 6-ാം റൗണ്ടിലാണ് നാടകീയ ജയം ഗുകേഷ് സ്വന്തമാക്കിയത്. 52-ാം നീക്കം വരെ ഗുകേഷിന് മേൽ ആധിപത്യം പുലർത്തിയ കാൾസന്റെ ഒറ്റപ്പിഴവ് മുതലാക്കി ഗുകേഷിന്റെ ചെക്ക്. 52-ാമത്തെ നീക്കത്തിൽ കുതിരയെ വെച്ചുള്ള നീക്കം കാൾസന് പിഴച്ചു. തുടർന്നുള്ള 10-ാമത്തെ നീക്കത്തിൽ ഗുകേഷ് കാൾസന് വീഴ്ത്തി. തോൽവിയിൽ ക്ഷോഭിച്ച കാൾസൻ ചെസ് ബോർഡിൽ ആഞ്ഞടിച്ചു. നിരാശയോടെ അതിവേഗത്തിൽ ഗുകേഷിന് ഹസ്തദാനം നൽകി കാൾസൻ വേദി വിട്ടു. അതേസമയം കാൾസന്റെ പ്രവൃത്തിയെ സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത ഗുകേഷ് താനും തോൽവിക്ക് ശേഷം മേശയിൽ ആഞ്ഞടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സംഭവത്തിൽ കാൾസൻ മാപ്പ് പറഞ്ഞു. ഇതാദ്യമായാണ് ക്ലാസിക്കൽ ഗെയിമിലൂടെ ഗുകേഷ് കാൾസനെ തോൽപ്പിച്ചത്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.